എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് ഇലക്ട്രിസിറ്റി, അത് എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു, എവിടെയൊക്കെ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ള കാര്യങ്ങളെ പറ്റി ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നല്ല ധാരണയുണ്ടാകും. എന്നാൽ എന്താണ് കമ്പ്യൂട്ടർ, അത് എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു, എവിടെയൊക്കെ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ള കാര്യത്തെ പറ്റി ഒരുപക്ഷെ നിങ്ങൾ നല്ലൊരു ശതമാനം ആൾക്കാർക്കും വലിയ ധാരണയൊന്നും ഉണ്ടായിരിക്കില്ല. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് ഏറ്റവും ഡിമാൻഡ് ഉള്ളതും ഉൽപ്പാദിപ്പിക്കുവാൻ ഏറ്റവും എക്സ്പെൻസീവുമായ ഒന്നാണ് കമ്പ്യൂട്ടർ. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എന്താണ് കമ്പ്യൂട്ടർ. ഈ കമ്പ്യൂട്ടറിനെ പറ്റി മനസ്സിലാക്കുന്നതിലൂടെ ഒരു സ്റ്റുഡന്റ് എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഭാവിയുടെ ടെക്നോളജിയെ പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനമാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ കമ്പ്യൂട്ടറിനെ പറ്റി മലയാളത്തിലെ ആദ്യത്തെ വീഡിയോ തന്നെയായിരിക്കാം ഇത്. അതുകൊണ്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. എൻ്റെ പേര് അജു ചാക്കോ. കഴിഞ്ഞ 20 വർഷമായിട്ട് സെമി കണ്ടക്ടർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. വെൽക്കം ടു മൈ ചാനൽ സെമി കണ്ടക്ടർ വിത്ത് അജു ചാക്കോ. ഇനി എന്താണ് കമ്പ്യൂട്ടർ എന്ന് വളരെ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ആകട്ടെ, ലാപ്ടോപ്പ് ആകട്ടെ, ഏതൊരു ഡിവൈസും ആകട്ടെ, ആ ഡിവൈസിനോട് നിങ്ങളൊരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ നിങ്ങളുടെ ആവശ്യം ഏറ്റവും ഫാസ്റ്റ് ആയിട്ട്, ഏറ്റവും കാര്യക്ഷമതയോടെ അത് മനസ്സിലാക്കുകയും പ്രോസസ്സ് ചെയ്യുകയും അല്ലെങ്കിൽ കണക്ക് കൂട്ടി നിങ്ങൾക്ക് വേണ്ട ഔട്ട്പുട്ട് എത്രയും ഫാസ്റ്റ് ആയിട്ട് തരാനുള്ള അതിൻ്റെ ആ കഴിവിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഇത് സാധാരണ സാധ്യമാകുന്നത് ഈ ഡിവൈസുകളുടെയൊക്കെ അകത്ത് ഒരു സെമി കണ്ടക്ടർ ചിപ്പ് അല്ലെങ്കിൽ ഒരു മൈക്രോ പ്രോസസർ ചിപ്പ് ഉണ്ടാവും. ഈ ചിപ്പാണ് നിങ്ങളുടെ ഡേറ്റയെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പ്രോസസ്സ് ചെയ്ത് അല്ലെങ്കിൽ കണക്ക് കൂട്ടി നിങ്ങൾക്ക് വേണ്ട ഔട്ട്പുട്ട് തരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ കമ്പ്യൂട്ട് അല്ലെങ്കിൽ ഇതിനെ കമ്പ്യൂട്ടിംഗ് കപ്പാസിറ്റി, കമ്പ്യൂട്ടിംഗ് പവർ എന്നൊക്കെ വിളിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഏത് പ്രാവശ്യവും നിങ്ങളൊരു പുതിയ മൊബൈലോ പുതിയ ലാപ്ടോപ്പോ ഒക്കെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ പെർഫോമൻസ് ഡിഫറൻസ് മനസ്സിലാകുന്നതിന്റെ കാര്യം ഈ ഡിവൈസുകളിലെല്ലാം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചിപ്പുകൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഡിവൈസുകളിൽ മാത്രമല്ല. ഒരുപക്ഷെ നിങ്ങളൊരു യൂട്യൂബ് വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന ആ വീഡിയോ ലോകത്ത് എവിടെയോ ഇരിക്കുന്ന ഒരു ഡേറ്റാ സെന്റർ, സാധാരണ നമ്മൾ അതിനെ ക്ലൗഡ് എന്നൊക്കെയാണ് പറയുന്നത്, ആ ക്ലൗഡ് ഡേറ്റാ സെന്ററിൽ ചെന്ന് അവിടെ ആയിരക്കണക്കിന്, ഒരുപക്ഷെ ലക്ഷക്കണക്കിന് ചിപ്പുകളുണ്ട്. അതേപോലെ ലക്ഷക്കണക്കിന് റിക്വസ്റ്റുകൾ അവിടെ എത്തുന്നുണ്ട്. പല വീഡിയോകളും അല്ലെങ്കിൽ ആപ്പുകളുടെ റിക്വസ്റ്റും ഒക്കെ അവിടെ എത്തുന്നുണ്ട്. അപ്പൊ ഈ പ്രോസസ്സറുകൾ ആ റിക്വസ്റ്റുകളെ മനസ്സിലാക്കി ഏറ്റവും വേഗതയോടെ അത് മനസ്സിലാക്കി പ്രോസസ്സ് ചെയ്ത് അവർക്ക് വേണ്ട ഡേറ്റ തിരിച്ചു നൽകുന്നതോടെയാണ് നിങ്ങൾ ഈ പറയുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ഡിവൈസുകളിൽ ഈ പറയുന്ന ചിപ്പുകളുണ്ട്, അത് കമ്പ്യൂട്ടർ നൽകുന്നുണ്ട്. ഈ പറയുന്ന ഡേറ്റാ സെന്ററുകളിൽ ഈ ചിപ്പുകളുണ്ട്, അവിടെയും ഈ കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വളരുമ്പോൾ ഇന്ന് നമുക്കുള്ള കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഡേറ്റാ സെന്റർ ഒന്നും പോരാ. കാരണം നമ്മൾ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നത് നമ്മുടെ ശരിക്കുള്ള റിക്വയർമെന്റ്സിന്റെ അല്ലെങ്കിൽ ശരിക്കുള്ള യൂസ് കേസസിന്റെ വെറും 5% കാര്യങ്ങൾക്ക് മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് ചാറ്റ് ചെയ്ത് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനും, അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് കൊടുത്ത് പ്രോസസ്സ് ചെയ്യുവാനും, അല്ലെങ്കിൽ കുറച്ച് വീഡിയോ ഉണ്ടാക്കുവാനും, ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യാനും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് മാത്രമാണ് ഇന്ന് ശരിക്കും നമ്മൾ AI ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ ആക്ച്വൽ യൂസ് കേസസ് എന്ന് പറയുമ്പോൾ ഇതൊന്നും അല്ല. ഇതിനപ്പുറം പുതിയ എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിനുകൾ കണ്ടുപിടിക്കുവാന്, അല്ലെങ്കിൽ റോബോട്ട്സുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡ്രൈവർലെസ് കാറുകൾ പോലുള്ള ഓട്ടോമേറ്റീവ് റിക്വയർമെന്റ്സിന്, ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിന്, അതേപോലെ എന്റർപ്രൈസ് കമ്പനികൾക്ക്, അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ നമുക്കുണ്ട്. അവിടെ എല്ലാം ആക്ച്വലി ഭാവിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് കമ്പ്യൂട്ടിന്റെ ആവശ്യമുണ്ട്. സോ ഒരുപാട് ഡേറ്റാ സെന്ററുകൾ ബിൽഡ് ചെയ്താൽ മാത്രമേ ഇത്രത്തോളം കമ്പ്യൂട്ടർ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവിടെ നമുക്കൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറയാം. ഇന്ന് നിങ്ങൾക്കറിയാം നമ്മുടെ ചാറ്റ് GPT, അത് എത്രത്തോളം ഇന്റലിജന്റ് ആണെന്നറിയാം. അത് ഇന്ന് വർക്ക് ആവുന്നത് ശരിക്കും 2 GW കപ്പാസിറ്റി ഡേറ്റാ സെന്ററിലാണ് അത് വർക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവരത് ഫ്യൂച്ചറിലുള്ള വലിയ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കിയിട്ട് അവർ പ്ലാൻ ചെയ്യുന്നത് 2030 ആകുമ്പോഴത്തേക്ക് 30 GW കപ്പാസിറ്റി ഡേറ്റാ സെന്ററുകൾ ബിൽഡ് ചെയ്യണം. അപ്പൊ അതനുസരിച്ചുള്ള കമ്പ്യൂട്ട് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അത്രത്തോളം ഇന്റലിജന്റ് ആയിട്ട്, എത്രത്തോളം കമ്പ്യൂട്ട് കിട്ടുന്നു അത്രത്തോളം ആ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആപ്ലിക്കേഷൻ അത്രത്തോളം ഇന്റലിജന്റ് ആയിരിക്കും. ആ LLMs അത്രത്തോളം ഇന്റലിജന്റ് ആയിരിക്കും. അപ്പൊ അത്രയ്ക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡേറ്റ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും.
അപ്പോൾ അത്രയ്ക്ക് വലിയ പ്ലാനുകളാണ് അവർ ചെയ്യുന്നത്. നമ്മൾ ഈ പറഞ്ഞതൊക്കെ ChatGPT കാര്യം മാത്രമാണ്. അതേപോലെ മറ്റ് AI കമ്പനികളായ ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആന്ത്രോപിക്, എലോൺ മസ്കിന്റെ XAI പോലുള്ള കമ്പനികൾക്കും ഭാവിയിൽ ഒരുപാട് കമ്പ്യൂട്ടറിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ മറ്റ് കമ്പനികളുമായിട്ടൊക്കെ ചേർന്ന് ലോകത്താകമാനം ഒരുപാട് ഡേറ്റാ സെന്ററുകൾ വരികയാണ്. ഒരുപാട് ഡേറ്റാ സെന്ററുകൾ വരുമ്പോൾ അതിനകത്ത് ഉപയോഗിക്കാൻ വേണ്ടി ഒരുപാട് ചിപ്പുകളുടെ ആവശ്യമുണ്ട്. അത് GPU, DPU, CPU, മെമ്മറി ചിപ്പുകൾ, കസ്റ്റം ചിപ്പുകൾ, കണക്ടിവിറ്റി ചിപ്പുകൾ, ഇതെല്ലാം പല കമ്പനികളാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ ചിപ്പുകളുടെ ആവശ്യമുണ്ട്. ഇത് നിർമ്മിക്കാൻ വേണ്ട മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഫാബ്രിക്കേഷൻ ഫെസിലിറ്റീസിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഇത് എല്ലാം തന്നെ അമേരിക്കയിൽ അവർ സെറ്റ് ചെയ്യില്ല. കാരണം ഇത് ഒരുപാട് ഇലക്ട്രിസിറ്റിയുടെ ആവശ്യമുണ്ട്, ഒരുപാട് വാട്ടറിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്ന് നമ്മുടെ ഇന്ത്യയിലുള്ള അദാനി, അംബാനി പോലുള്ള പല കമ്പനികളും US കമ്പനികളുമായിട്ടൊക്കെ ചേർന്ന് ഇവിടെ നമ്മൾ ഇതേപോലുള്ള ചിപ്പ് മാനുഫാക്ചറിങ്, ഫാബ്രിക്കേഷൻ പ്ലാന്റുകളും അതേപോലെ പലയിടത്തായിട്ട് ഡേറ്റാ സെന്ററുകളൊക്കെ നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മുടെ എഞ്ചിനീയേഴ്സിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ ഭാവിയിലുണ്ട്. ഇന്ന് നിങ്ങൾക്കറിയാം, സർവീസ് സൈഡിലൊക്കെ കുറച്ച് ഓപ്പർച്യൂണിറ്റികൾ കുറയുന്നുണ്ടെങ്കിലും ഇതേപോലുള്ള പ്രോഡക്റ്റ് സൈഡുകളിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ അവർക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? ഇതേപോലെ നല്ല US ബേസ്ഡ് ആയിട്ടുള്ള ചിപ്പ് കമ്പനികളിൽ ജോലി കിട്ടുവാൻ വേണ്ടിയിട്ട് എന്താണ് നിങ്ങൾ പഠിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഉള്ള ഒരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഇതിന്റെ കമന്റ് സെക്ഷനിൽ ആഡ് ചെയ്യുന്നതാണ്. ഇനി നിങ്ങളൊരു ഇൻവെസ്റ്റർ ആണ്, ഏത് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് നല്ല റിട്ടേൺ ഭാവിയിൽ കിട്ടും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കറിയാം. ഈ ചിപ്പ് മുതൽ ഇതിന്റെ കണക്ടിവിറ്റി സൊല്യൂഷൻസ് വരെയുള്ള എല്ലാ കാര്യങ്ങളും പല കമ്പനികളാണ്. ഈ ഒരു ചിപ്പിന്റെ അതിന്റെ മെറ്റീരിയൽ സപ്ലൈ മുതൽ അതിന്റെ ഫാബ്രിക്കേഷൻ മുതൽ അതിന്റെ ഒരു ഡേറ്റാ സെന്ററിൽ റാക്ക് ബിൽഡ് ചെയ്യുന്നത് മുതൽ അതിന്റെ കൂളിംഗ് സിസ്റ്റം മുതൽ എല്ലാം തന്നെ പല കമ്പനികളാണ് അതിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ US ഈ കമ്പനികളൊക്കെ ഈ ഓൾറെഡി ഉള്ള AI സർജറി തന്നെ അവരുടെ സ്റ്റോക്ക് പ്രൈസ് ഒക്കെ 5, 10, 15 മടങ്ങുകളൊക്കെ വളർന്നു കഴിഞ്ഞു. ഇനിയും വളരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. എന്നാൽ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഒരുപാട് വളരാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ കമ്പനികളെ പറ്റിയൊക്കെ ഉള്ള ഒരു ഫുൾ ലിസ്റ്റ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു സീരിയസ് ഇൻവെസ്റ്റർ ആണ്, നിങ്ങൾക്ക് ആ ഒരു ലിസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ദയവായി എൻ്റെ കമന്റ് സെക്ഷനിൽ വന്ന് ജസ്റ്റ് കമ്പ്യൂട്ട് എന്ന് കമന്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അത് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് ദയവായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. വീണ്ടും കാണും വരെ ബൈ.